കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഓർക്കും കാണാതെ കണ്ണുക്കുള്ള നെഞ്ചുക്കുള്ള എറുക്കും ആ തക്ക് തക്ക് താളം കൊട്ടു. ഓ ആ മോൻ വന്നോ? അയ്യോ ഞങ്ങളുടെ പിറന്നാൾ. അയ്യോ ഒന്ന് കുഞ്ഞുണ്ണിയുടെ പിറന്നാളല്ലേ, അവന് നേരിട്ട് കൊടുത്താ മതി. എവിടെ നിന്റെ ഓമന തിങ്കൾ കിടാവ്? സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. അയ്യോ. ക്ലാസ് മുടക്കണ്ടാലോ എന്ന് കരുതിയിട്ടാണല്ലോ പിറന്നാളാഘോഷം വൈകിട്ടേക്ക് ആക്കിയത്. ഇപ്പൊ വരും. അല്ല, ഭാസ്കരന്റെ മോൻ ഇന്നേക്ക് എത്ര വയസ്സായി? പിറന്നാൾ ദിവസം പൈസ ചോദിക്കുന്നേ. പൈസ വെച്ചോണ്ട് എന്താ കുഴപ്പം? എനിക്ക് 20 വയസ്സായിട്ട് 20 വർഷമായി. 40 വയസ്സിന് ഇങ്ങനെയും പറയാം. നിങ്ങൾ വായോ കേറി. 3 വയസ്സ് കുറച്ചവള്. ആ മക്കളെ, പിന്നെ എന്തൊക്കെയുണ്ട് പിറന്നാൾ വിഭവങ്ങൾ? കോഴി ചിക്കനും ശർക്കര പായസം കൂട്ടി ഒന്നാന്തരം ഒരു ഊണ്. സംശയിക്കണ്ട, നമുക്കുള്ള ഡീസൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ അടിച്ചു തുടങ്ങാം. ഇപ്പോഴോ? കുഞ്ഞുണ്ണി വരട്ടെ. അവനും അടിക്കൂ. എന്റെ പൊന്നു ചേട്ടൻ കുഞ്ഞുണ്ണിയുടെ ദിവസല്ലേ, അപ്പൊ അവൻ വന്ന് തുടങ്ങണതാണ് അതിന്റെ ഒരു ശരി. പിന്നെ ചേച്ചി, കുഞ്ഞുണ്ണിക്ക് ഞാൻ ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കണ്ട്. കേട്ടു പഠിക്കേ. കേട്ടോ ഭാസ്കര, ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്കോ ഈ പിള്ളേർക്കോ ഒരു മുട്ടായി തൊണ്ട് പോലും വാങ്ങി തന്നിട്ടില്ലേ മനുഷ്യൻ. എടി നന്ദിയോട് പറയരുത്, കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇത്രയും പിള്ളേരെ തന്നില്ലോടി. നല്ല ചേട്ടൻ ഇതൊരു ജോലി ആയിട്ട് എടുക്കരുത്. കാലം മാറുമ്പോ നമ്മളും മാറണം. ഹേയ്, അല്ല ഇതേതാ മോഡല്? ഇത് 99. അല്ല പിറന്നാൾ സമ്മാനം കാണണ്ടേ? ആയോ മക്കളെ, നിങ്ങളെല്ലാം അകത്ത മുറി ചെന്നിരിക്കെ, ഒന്നും തട്ടി പൊട്ടിക്കല്ലേ. ഭയങ്കര ന്യൂസൻസാ ചേച്ചിയുടെ വിധി. ബ്രേസർ ലൈറ്റാ? ബ്രേസ്ലെറ്റ്. ബ്രേസ്ലൈറ്റ് എത്ര പവനുണ്ട്? 3/4 പവനാ. കണ്ടോ? ഏതായാലും ഇന്ന് അവനെ ഞെട്ടിക്കാൻ തന്നെ തീരുമാനിച്ചു. പന്നിപ്പടക്കമുണ്ടോ? അതല്ല, നിങ്ങൾ കണ്ടോ, ക്ലാസ് കഴിഞ്ഞ് മോൻ വരുമ്പോ പതുങ്ങി പതുങ്ങി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയും, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുഞ്ഞുണ്ണി, ഹാപ്പി ബർത്ത്ഡേ ടു യു. Okay. Many happy returns of the day. Thank you, Daddy. Have it. Small piece. Thank you, dear. Thank you. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. A small gift for you. Oh, birthday present. Yeah. Oh, great. Super. ഇന്ന് ഇവിടെ എന്റെ കുഞ്ഞുണ്ണിയുടെ ബർത്ത്ഡേ നമ്മൾ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂലേ? Okay. Okay. But Daddy. What happened? Daddy. Achan. That's okay. I will manage it. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. Come on, enjoy. ഓ, സമയം ഇത്രയായില്ലേ? ഇനി എന്ത് പിറന്നാളാ? നക്ഷത്രം തന്നെ മാറി കാണും. നല്ല ചേട്ടാ, കുഞ്ഞുണ്ണി പിന്നെയും. എന്താ സംശയം? അവനാ ഡാഡിയുടെ ബംഗ്ലാവിൽ കാണും. അവിടെ ചെന്ന് വഴക്കുണ്ടാക്കാനൊന്നും ഇനി എന്നെ വിളിക്കരുത്. നല്ല ഒന്നാന്തരം തോക്ക അയാളുടെ ഇരിക്കുന്ന 5 ഉണ്ടയാണോ 6? വെറുതെ അതൊന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്. ഐ എം സോറി. ബർത്ത്ഡേ എന്ന് മോമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. സമയം പോയത് അറിഞ്ഞില്ല. ഓക്കെ, മോന് ഞാൻ കൊടുത്തൊരു ബർത്ത്ഡേ പ്രസന്റ്. കഴിവറ മോനെ, മനുഷ്യന്റെ സങ്കടം കണ്ടാ നിനക്ക് മനസ്സിലാവില്ലടാ പന്നി. പൊലയാരി മോന്റെ പണിയാ തീർക്കി ഞാൻ. കൊഞ്ചിക്കാനും ലാളിക്കാനും നിനക്ക് എന്റെ മോനെ കിട്ടിയുള്ളൂ. മേലാൽ എന്റെ മോനെ കാണാനോ കൊഞ്ചിക്കാനോ വന്ന വലിയ മറ്റവന്റെ മോനാ നോക്കില്ല. വണ്ടി കയറ്റി കൊല്ലാൻ പുല്ലേ. ഭീഷണിയാണോ? വേണ്ട, ഭീഷണികളുടെ തലസ്ഥാനത്തുന്ന വരവ്. എന്നെ പേടിപ്പിക്കാൻ തൽക്കാലം ഈ പെർഫോമൻസ് ഒന്നും പോരാ. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. പെട്ടെന്നുണ്ടായ ത്രില്ലിന്റെ പുറത്ത്. ഇവന്റെ സ്ഥാനത്ത് സാറാണെങ്കിലും ഒന്ന് ചിന്തിച്ചു. കല്യാണം കഴിഞ്ഞ ഒരു അച്ഛനാവുമ്പോഴേ സാറിന് അവന്റെ വേദന മനസ്സിലാവും. സാർ ക്ഷമിക്കണം. ഒന്നും പറയുന്നില്ല, ഒന്നും പറയാനില്ലാത്തോണ്ടല്ല.
ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടാ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ നിന്നോട് പറഞ്ഞില്ല. ഇല്ല, എനിക്ക് ആരുമില്ല. എന്താ ഇത് ഭാസ്കര, നിനക്ക് എന്ത് പറ്റി? മതിയായി, ആ. എനിക്കെല്ലാം മതിയായി. ദാ, ദേ. தலைவரே தோ நிக்கல ஒரு பூசி பூசி. நீங்கெல்லாம் இங்கே இருங்க, நான் பாத்துக்கிறேன். ஏண்டா ஊட்டில இருக்கிறவன் தலையில எல்லாம் மண்ணு இருக்குதுன்னு நினைச்சியா? OMK கட்சியினுடைய கேரளா பிரான்ச் தலைவரா? யாரை ஏமாத்துற? பசி நான் சோறு போடுவேன், அடி நான் ரத்தம் கொடுப்பேன், உயிர் நான் உயிர் கொடுப்பேன். துரோகம் பண்ண நினைச்சா துண்டு துண்டா வைக்கிறேன். டேய், உலகத்துல எந்த மூலையில போய் ஒளிஞ்சாலும் சரி, கட்டி இழுத்துன்னு வந்து வெட்டி தள்ளிடுவேன். தலைவரே, ஏய்! தலைவரே, அது டேய், உனக்கு 2 நாள் டைம். ஊட்டியை விட்டு காலி பண்ணிடு, இல்ல உன்னை நான் காலி பண்ணிடுவேன். தலைவரே டேய்! ஓ, தலைவரே தலைவரேன்னு தலைவர் கழுத்துக்கு கத்தி வைக்கிறியா? Fraud. ஜாக்கிரதை, சொன்னது ஞாபகம். முழுசா ஊரு போய் சேர மாட்டேன். ലഡു കഴിച്ചാട്ടെ, രണ്ടുപേരും കഴിച്ചാട്ടെ. താങ്ക് യു. സെയിം ടു യു. ഇന്നെന്താ കറിയച്ചന് ബർത്ത്ഡേയാ? ഏയ് ബർത്ത്ഡേ ഒന്നുമല്ല, ഞാൻ ഇന്നൊരു പരീക്ഷ പാസ്സായി. സംശയിക്കണ്ട, ടീച്ചർക്ക് അറിയാവുന്ന പരീക്ഷ തന്നെ, ഒരു സത്യാന്വേഷണ പരീക്ഷ. മനസ്സിലായില്ലല്ലേ? ഒരു സത്യം തുറന്നു പറയാൻ ശ്രമിച്ചതിന് ഈ കറിയാച്ചനെ എല്ലാവരും കൂടി ചേർന്ന് വട്ടനാക്കി, പിന്നീട് പൊട്ടനാക്കി. എന്നിട്ട് മണി മണി പോലെ കറിയാച്ച സത്യം പുറത്തു കൊണ്ടുവന്നു. കണ്ടോ കണ്ടോ കണ്ടോ, അയ്യോ. ആര് കറിയാച്ചനാ? ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അതവിടെ ഇരിക്കട്ടെ, എന്നെ ഉപദ്രവിക്കരുത്. ഹേയ്, താൻ പേടിക്കണ്ടോ, എനിക്ക് തന്നോട് ഒരു വിരോധമില്ല. നന്ദിയാ. എന്റെ മോന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ താനൊരു നിമിത്തല്ലേ. ഹേയ്, ലഡുവോ? നല്ല ലഡു. വരട്ടെ. ഓ, മോന്റെ TC വാങ്ങിക്കാൻ വന്ന ടീച്ചറെ. ഓ, ഉള്ളത് പറയാലോ. ആദ്യം എന്റെ കരണക്കുറ്റി നോക്കി 2 എണ്ണം പൊട്ടിക്കുമെന്ന് ഞാൻ വിചാരിച്ചതാ. ഇറ്റ്സ് ടു മച്ച്. മാപ്പർഹിക്കാത്തൊരു തെറ്റാണ് ഭാസ്കരൻ ഈ സ്കൂളിനോട് കാട്ടിയത്. പത്രത്തിൽ കൊടുക്കാനോ പോലീസിൽ പരാതിപ്പെടാനോ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ സ്കൂളിന്റെ സൽപ്പേരിന് കളങ്കം സംഭവിക്കുന്ന ഓർത്തിട്ടാ, അതുകൊണ്ട് മാത്രം. യുനോ, എത്രയും പെട്ടെന്ന് TC കൊടുത്ത് ഒഴിവാക്കാനായിരുന്നു മാനേജ്മെന്റിന്റെ ഓർഡർ. പക്ഷേ കുഞ്ഞുണ്ണിയുടെ ഒരു അക്കാഡമിക് ഇയർ നഷ്ടപ്പെട്ടുകൂടല്ലോ എന്നോർത്ത് ഞങ്ങൾ ടീച്ചേഴ്സ് ഒരു സജഷൻ വെച്ചു. അറ്റ്ലീസ്റ്റ് ഈ ഇയറിന്റെ വരെയെങ്കിലും കുഞ്ഞുണ്ണി ഇവിടെ പഠിക്കട്ടെ എന്ന്. ആ റിക്വസ്റ്റ് മാനേജ്മെന്റ് ഒരുവിധം സമ്മതിച്ചു. നന്ദിയുണ്ട് ടീച്ചറമ്മേ. പക്ഷേ പണവും പഠിപ്പുള്ള തമ്പരാക്കന്മാരുടെ അവതാരം ഭാസ്കരന്റെ മോന് വേണ്ട. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. സ്വാതന്ത്ര്യം കിട്ടി 54 വർഷമായിട്ടും ഈ നാട്ടിൽ നിന്ന് മാച്ചളയാൻ പറ്റാത്ത ഒരു സത്യമുണ്ട്. പണക്കാരനും പാവപ്പെട്ടവനും അവരെന്നും രണ്ട് തട്ടി തന്നെയാ. ഏതായാലും ഒരു ലോറി ഡ്രൈവറെ മോനെ പഠിപ്പിച്ച് നിങ്ങൾ ആ സ്കൂളിന്റെ കുന്ത്രാണ്ടം കളയണ്ട. പക്ഷെ ഒന്നോർക്കണം, ഈ നാട്ടില് ഭൂരിപക്ഷവും എന്നെ പോലുള്ള പാവപ്പെട്ടവരാ, സാധാരണക്കാര്. TC തരണം ടീച്ചറമ്മേ, ഭാസ്കരന് പോണം. ഭാസ്കരൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? അതെ, ആ തമിഴിനും ഗുണ്ടകളും പേടിച്ചിട്ടൊന്നല്ല. ഇനി ഇവിടെ പഠിപ്പിച്ച എന്റെ മോൻ അല്ലാണ്ടാവും. അതുകൊണ്ടാ. ഞാൻ ശ്രമിക്കാം. ശ്രമിക്കല്ല, കിട്ടിയിരിക്കണം. ഈ നിമിഷം. TC വാങ്ങി തിരിച്ചു പോകാൻ തന്നെയാണോ തീരുമാനം? അതെ. സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും മോനെ ഇവിടെ തന്നെ പഠിപ്പിക്കുന്ന വെല്ലുവിളിച്ചിട്ട്? അത് അന്നല്ലേ ടീച്ചറെ, അന്ന് കുഞ്ഞുണ്ണി എന്റേത് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പൊ അവൻ മറ്റാരുടെയോ മോൻ കൂടിയാ. അത് പാടില്ല. എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടണം ടീച്ചറെ. അവനെ തിരിച്ചു കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ പറ്റൂ. ആയിരങ്ങളിൽ ഒരാളെ കാണൂ ടീച്ചറെ പോലെ. ഇവിടെ ഒരു പരിധിവരെ ടീച്ചറായിരുന്നു ആശ്വാസം. മറക്കില്ല ഒരിക്കലും. വരട്ടെ. കുഞ്ഞുണ്ണി, നിനക്ക് എന്താ പറ്റിയ? ഭ്രാന്ത് പിടിച്ച? അച്ഛനോടൊപ്പം കഴിഞ്ഞ ആർക്കാ ഭ്രാന്ത് വരാത്തത്? കുഞ്ഞുണ്ണി, നാട്
മതി, നാട്ടിലെ സ്കൂളും മതി ഞാൻ പറഞ്ഞപ്പോ അച്ഛൻ സമ്മതിച്ചോ? അച്ഛൻ തന്നല്ലേ പറഞ്ഞ മണി മണി പോലെ ഇംഗ്ലീഷ് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പില് ഗെയിമേലി നടക്കണമെന്ന്. എന്നിട്ടിപ്പോ അച്ഛനൊരു തെറ്റ് പറ്റി മോനെ. പുറമേ കാണുന്ന ചന്ത മാത്രമേ ഈ നാടിനും ഈ സ്കൂളിനുള്ളൂ അച്ഛൻ ഇപ്പോഴല്ല മനസ്സിലായത്. നോക്ക്, ഇനി ഒരു നിമിഷം പോലും നമുക്ക് ഇവിടെ നിന്നൂടാ. നമുക്കറിയാവുന്ന ഒരു നാടില്ലേ, ഇനി അവിടെ മതി പഠിത്തം. ഇല്ല, ഞാൻ വരില്ല. അച്ഛനോടൊപ്പം ഞാൻ ഇനി എങ്ങോട്ടും വരില്ല. ഓഹോ, നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനാ? പറയടാ, നിനക്ക് ഞാനാ വലുത് അവനാ വലുത്? എന്തോ ഒന്നും മിണ്ടാത്തേ? മിണ്ടാം. അതിനു മുമ്പ് അച്ഛൻ പറ, അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അതോ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാവാനോ? മോനെ, നീ ഡാഡി എന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട്. ഡാഡി ഞാൻ പറഞ്ഞ ചെയ്യും, ചോദിക്കുന്ന തരും. പക്ഷെ അച്ഛനോ? എടാ നീ എന്റെ മോൻ തന്നെയാണോടാ? പന്നി പോടാ, എനിക്ക് നിന്നെ കാണണ്ട. എനിക്ക് അച്ഛനെയും കാണണ്ട. എന്നെ കൊന്നാലും ശരി, ഞാൻ വരാനും പോകുന്നില്ല. എന്നെ ബലം പിടിച്ച് കൊണ്ടുപോകാൻ നോക്കിയാ ഓർത്തോ, ഞാൻ എവിടെയെങ്കിലും ചെന്ന് ചത്തളയും. അക്കാര്യം ഉറപ്പാ. അല്ല, ഇതെന്റെ മോനല്ല. എന്റെ മോൻ ഇങ്ങനൊന്നും പറയില്ല. എന്നാൽ എന്റെ നല്ല ചേട്ടാ, എവിടുന്ന് അവൻ ഇത്രയും ധൈര്യം കിട്ടിയത്? ഭാസ്കര, ഇത് നിന്റെ മാത്രം അനുഭവമല്ല, ലോകത്തിന്റെ പോക്കേ ഇപ്പൊ ഇങ്ങനെ. അച്ഛനമ്മമാർക്ക് മക്കളെ പോറ്റാനേ അവകാശമുള്ളൂ. അവർക്ക് ഇങ്ങോട്ട് എന്തും പറയാം, എന്തും ചെയ്യാം എന്ന് കരുതി എന്നെ മനസ്സിലാക്കാതെ എവിടെങ്കിലും പോയി ചത്തുകളയത്രേ. എന്റെ ശ്രീദേവിയെ നേരത്തെ പോയി. ഇനി അവരും കൂടി പോയ പിന്നെ എനിക്ക് ആരുള്ളത്? ആർക്കും വേണ്ടത് ഞാനും നിന്നെ ഈ ഭൂമിയില്. ഭാസ്കര, നീ ഒരു പാവമാണ്. നിനക്ക് ശരീരത്തിന് മാത്രമേ ബലമുള്ളൂ, മനസ്സിന് ബലമില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? നല്ല ചേട്ടൻ പറ. എന്ത് കൈവശം കൊടുത്ത അവൻ എന്റെ മോനെ മയക്കിയെടുത്തത്? എന്ത് പകരം നൽകിയ ഞാൻ അവനെ തിരിച്ചു വാങ്ങേണ്ടത്? നീ ഒന്നും ചെയ്യാൻ പോണ്ട. ജീവിക്കാൻ വേണ്ടി ഇത്തിരി ഫ്രോഡ് പണികളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ നളിനാക്ഷം മനസാക്ഷിയുള്ളവന്. അല്ല, എനിക്കും ഇതിലൊക്കെ പങ്കുണ്ടല്ലോ. ഞാൻ തന്നെ നെല്ലും പതിരും വേർതിരിച്ചു തരാം. എങ്ങനെ? അതൊന്നും നീ അറിയണ്ട. നാട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളൂ. ഊട്ടിയുടെ കുന്നിറങ്ങുമ്പോ നിന്റെ മകൻ കുഞ്ഞുണ്ണി നിന്റെ കൂടെ ഉണ്ടാവും. എന്ത് ജീവിതമാണ് Go to hell. കണ്ടില്ലേ ഇതാവസ്ഥ. ഇപ്പൊ അങ്ങോട്ട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സീത ടീച്ചറിന് വേണ്ടി ഒരുങ്ങിയ ബംഗ്ലാവായത്. പക്ഷെ പടി കയറി വന്നത് കുഞ്ഞുണ്ണിയാ. അവൻ വന്നതിന് ശേഷമായി ഈ ബംഗ്ലാവ് ഉണർന്നത്. ആനന്ദൻ ഞങ്ങളൊക്കെ ഒന്ന് ചിരിച്ചു തുടങ്ങിയത്. ഒരു കണക്കിന് ആരുമില്ലാത്ത ആനന്ദിന് ഒരാശ്വാസമായിരുന്നു അവൻ. ഒരച്ഛനെ പോലെ സ്നേഹിച്ചു, ലാളിച്ചു. അതാണ് പ്രശ്നം. അച്ഛനെ പോലെയല്ലേ, അച്ഛനാവില്ലല്ലോ. ഇനി ഇതൊക്കെ ആ കുഞ്ഞു മനസ്സിനെ ആര് പറഞ്ഞ് മനസ്സിലാക്കും? ഭാസ്കരൻ കുഞ്ഞുണ്ണിയുടെ അച്ഛനാണ്. കുഞ്ഞുണ്ണിയെ എങ്ങോട്ട് കൊണ്ടുപോകാനുള്ള അവകാശം അയാൾക്കുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ ആനന്ദിന്റെ മനസ്സ് തകർത്തിട്ടാവരുത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയാം. തനിക്ക് ആരുമില്ലെന്ന തോന്നൽ ആനന്ദിനുണ്ടാകരുത്. ആനന്ദിനൊരു കുടുംബം ഉണ്ടാകണം, കുട്ടികളുണ്ടാവണം. അത് പിണങ്ങി നിൽക്കുന്ന സീത വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അതെ, ആരുടെ മനസ്സിനും പോറലേൽക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ സീതയ്ക്ക് മാത്രമേ കഴിയൂ. സീത ആനന്ദിനെ സ്വീകരിക്കാൻ തയ്യാറാവണം. നോ, നെവർ. ഒരിക്കൽ അയാളെ സ്നേഹിച്ചു പോയതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത്. കുഞ്ഞുണ്ണിയെ ഭാസ്കരന് തിരിച്ചു കിട്ടണം. അത് നിങ്ങളെക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന് ഈ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. അതെ ടീച്ചറെ, പല ആലോചനകളുമായി ഞാൻ ടീച്ചറുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഈ ബന്ധം കൊണ്ട് ടീച്ചറിന് ഒരു ദോഷവും വരില്ല. ടീച്ചർ ഇതിന് സമ്മതിക്കണം. നോ, ഐ കാന്റ്. നിങ്ങൾക്കൊക്കെ വേണ്ടി മറ്റെന്താ ഞാൻ ചെയ്യേണ്ടത്? ജോലി റിസൈൻ ചെയ്ത് നാട് വിടണോ അതോ ആത്മഹത്യ ചെയ്യണോ? കുട്ടിയുടെ അച്ഛന്റെ പ്രായം കാണും എനിക്ക്. മനഃപൂർവ്വം ഒരു ദുരന്തത്തിലേക്ക് പിടിച്ചടക്കാൻ ഞങ്ങൾ ഇവിടെ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ കുട്ടിയേക്കാൾ നന്നായി ആനന്ദിനെ മനസ്സിലാക്കിയവനാ ഞാൻ. കുട്ടി കരുതുന്നത് പോലെ ചതിയനോ ദുഷ്ടനോ ഒന്നുമല്ല. നല്ലവനാ, സ്നേഹമുള്ളവനാ. ഒരു നിഷേധിയായി കഴിഞ്ഞ കാലത്ത് അവൻ അധോലോകത്തിൽ ചെന്ന് പെട്ടു എന്നുള്ളത് ശരിയാണ്. എല്ലാം നേടി. പക്ഷെ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചപ്പോഴേക്കും ചോർന്നുപോയ ജീവിതം, അതിനെക്കുറിച്ചോർത്ത് ഒരുപാട് വേദനിക്കുന്നവനാണ് എന്റെ ആനന്ദ്. പുതിയൊരു ജീവിതം നെയ്തെടുക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ ആനന്ദ്. യഥാർത്ഥ ജോലി മറച്ചു വെച്ചു. അതല്ലേ ആനന്ദ് ടീച്ചറോട് ഇത് തെറ്റ്? അത് ടീച്ചറെ നഷ്ടപ്പെട്ടാലോ എന്നുള്ള പേടി കൊണ്ടായിരുന്നു. അറിഞ്ഞു കേട്ടിടത്തോളം വിവാഹത്തിന് ശേഷം എല്ലാം തുറന്നു പറഞ്ഞ് ഒരു പുതിയ ജീവിതം നയിക്കണമെന്ന് ആനന്ദ് കരുതി.
പക്ഷേ അതിനുള്ള അവസരം ടീച്ചർ കൊടുത്തില്ല. അതല്ലേ അതിന്റെ ശരി. പഠിപ്പും അറിവുമുള്ള കുട്ടിയല്ലേ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ ഒന്ന് ഓർക്കണം, ഇന്നിപ്പോ പലരുടെയും സുഖദുഃഖങ്ങൾ ടീച്ചറുടെ തീരുമാനത്തെ ആശ്രയിച്ച് നിൽക്കുക. ഭാസ്കരനും ആനന്ദിനും ഒരുപോലെ മനഃശാന്തി നൽകാൻ ഒരൊറ്റ നിമിഷം കൊണ്ട് കഴിയും. ടീച്ചർക്ക് ഏതിന് കഴിയൂ. വരട്ടെ. എനിക്കറിയാം, ഇപ്പോഴും നിന്റെ മനസ്സിൽ എവിടെയോ ആനന്ദുണ്ട്. ആനന്ദിനോടുള്ള സ്നേഹമുണ്ട്. അയാളുമായി എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞ് നിനക്കിനി വേറെ ഏത് പുരുഷനാ? ഇനി അതല്ല, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തനിച്ചു കഴിയാനാണ് നിന്റെ ഭാവം. സീത, നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്നേഹിക്കാൻ. നോക്ക്, നീ ആനന്ദിന്റെ കൂടെ പോണം. ഇനിയുള്ള കാലം ആനന്ദിനോടൊപ്പം ജീവിക്കണം. നമ്പീശനും നളിനാശനും ഒക്കെ പറഞ്ഞു തന്നെയാ ശരി.